യുഎസിലെ താരിഫ് പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ട് വലിയൊരു അസ്വസ്ഥതയും ആശങ്കകൾക്കുമിടയിൽ യുഎസ് വിപണിയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു നഷ്ടത്തിന്റെ പ്രതിഫലനം നമ്മുടെ വിപണിയിലും ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. വരും ദിവസങ്ങളിലും ഈ ഒരു സമ്മർദ്ദം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ അനിശ്ചിതാവസ്ഥയിലാക്കിയിട്ടുള്ള ഈ ഒരു താരിഫ് പ്രഖ്യാപനം യുഎസ് ആകെ റിസഷനിലേക്ക് നീങ്ങിക്കും, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് യു എസിൽ ഈ രീതിയിലുള്ള ഒരു വിൽപ്പനയ്ക്ക് കാരണമായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവ്. ഏതാണ്ട് 6-7% ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടായിട്ടുള്ളത്. മൊത്തം മെറ്റൽ മേഖലയിലും കോപ്പർ, അയൺ തുടങ്ങിയ മെറ്റൽ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയൊരു ഇടിവ് അതിൻ്റെ കാണിക്കുന്നത് വരും നാളുകളിൽ ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതുണ്ടാക്കിയേക്കാവുന്ന സാമ്പത്തിക ഇടിവിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ വിപണിയിലും ഉണ്ടായിട്ടുള്ളത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ വളരെ വലിയ തോതിലുള്ള നഷ്ടം പ്രകടമായിരുന്നു. ബാങ്കിങ് മേഖലയിൽ കാര്യമായ നഷ്ടമുണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ബാങ്കിങ് മേഖലയ്ക്ക് പ്രോത്സാഹനമായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബാങ്കിങ് മേഖലയിൽ കാര്യമാത്ര ഇടിവുണ്ടാവാതിരുന്നത്. എന്നാൽ അതും അടുത്ത ആഴ്ചയിൽ ഇടിവിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഓരോ ഉയർച്ചയിലേക്ക് വിൽക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നിക്ഷേപകർ മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കാൻ വിപണി പ്രതീക്ഷിക്കുകയും വേണം. ഒപ്പം തന്നെ ആഗോള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകം തന്നെയായിരിക്കും.